Hi all, welcome to my class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 4 EVSലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള അറൗണ്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അനു ഈസ് ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്. നളിൻ ഈസ് റിക്വസ്റ്റഡ് ഹെർ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ അനു നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നളിൻ അവളോട് ചോദിക്കുകയാണ് അവനും കുറച്ച് ചിത്രങ്ങൾ വരച്ചു കൊടുക്കുമെന്ന്. അനു പ്ലീസ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് സ്റ്റോൺ, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. യു ക്യാൻ ആൾസോ ട്രൈ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് മെൻഷൻ ബൈ നളിൻ. അപ്പം നിങ്ങളും ഇതുപോലെ നളിൻ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത്. എമംഗ് ദം നെയിം ദ ഒബ്ജക്റ്റ് ദാറ്റ് യു വർ ഏബിൾ ടു ഡ്രോ കറക്റ്റ്ലി. അപ്പം നിങ്ങൾക്ക് അതിലേതൊക്കെ ഒബ്ജക്റ്റാണ് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റിയെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റോണും ചോക്ലേറ്റും പിന്നെ ചെയറുമാണ് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് നെയിം ദ ഒബ്ജക്റ്റ് യു ആർ അൺഏബിൾ ടു ഡ്രോ. വരയ്ക്കാൻ പറ്റാത്തത് ഏതെല്ലാമാണ്? നമുക്കതിന് മനസ്സിലാവില്ലേ, നമുക്ക് ഒരു പ്രോപ്പർ ഷേപ്പ് ഉള്ളതിന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹണി, വാട്ടർ, കോക്കനട്ട് ഓയിൽ. സ്പെല്ലിംഗ് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹണി, വാട്ടർ, കോക്കനട്ട് ഓയിലാണ് ഇവിടെ വരിക. ഓക്കെ. വൈ വേർ യു ഏബിൾ ടു ഡ്രോ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫസ്റ്റ് സെറ്റ്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് സെറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചെയറൊക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ, അത് വരയ്ക്കാൻ പറ്റിയത്? കാരണം എന്താണ്? അതിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട് കേട്ടോ. ബിക്കോസ് ഇറ്റ് ഹാവിങ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് അറൗണ്ട് us. ഡു ഓൾ ഓഫ് ദം അപ്പിയർ ടു ബി ദ സെയിം ഷേപ്പ്? നമ്മുടെ ചുറ്റും ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ട്, അവരെല്ലാം സെയിം ഷേപ്പാണോ? നോ. ഒബ്ജക്റ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്സ് ആർ കോൾഡ് സോളിഡ്സ്. നല്ല ഷേപ്പുള്ള ഒരു ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വെയിറ്റ് ആണ്. ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് എ ലാർജ് ബ്രിക്ക്. ഒരു ചെറിയ ഒരു കട്ട എടുക്കുക, അതുപോലെ വലിയൊരു കട്ട എടുക്കുക. എന്നിട്ട് നിങ്ങളോട് അതൊരു പൊക്കി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ബ്രിക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലിഫ്റ്റ്? ഏതായിരിക്കും കൂടുതൽ പൊക്കാൻ ബുദ്ധിമുട്ട്? ഉറപ്പായിട്ടും കൂടുതൽ വെയിറ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ എന്താ പറയുക? ലാർജ് ബ്രിക്ക് എന്നവിടെ പറയാം കേട്ടോ. വൈ? ബിക്കോസ് ഇറ്റ് ഹാവ് മോർ വെയിറ്റ്. അതിനെന്തുണ്ടാവും? കൂടുതൽ വെയിറ്റ് ആയിരിക്കും. ഡു ഓൾ ഒബ്ജക്റ്റ് ഹാവിങ് ദ സെയിം വെയിറ്റ്? എല്ലാ ഒബ്ജക്റ്റിനും സെയിം വെയിറ്റ് ആണോ? നോ. മെഷർ ദ വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സോളിഡ് മെറ്റീരിയൽസ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് എ പ്ലേസ് ടു ഒക്യുപ്പൈ ആണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ നിന്നിട്ട് ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ എക്സ്പീരിമെൻ്റ് എന്ന് നോക്കാം. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ. ഒരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക. അതിൽ ചിത്രം കാണുന്നത് കണ്ടില്ലേ? ഫില്ഡ് വിത്ത് വാട്ടർ. അതിലെന്ത് ചെയ്യുക? കുറച്ച് വെള്ളം നിറയ്ക്കുക. ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി ഇമേഴ്സ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ ഒരു കല്ല് ഒരു ചരടിൽ കെട്ടിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൽ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഡു യു ഒബ്സേർവ്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ കാണാൻ പറ്റുക? നമ്മൾ ഈ കല്ലിടുമ്പോൾ വെള്ളം കുറച്ച് എന്ത് ചെയ്യും? പുറത്തേക്ക് പോവും. വാട്ട് മൈറ്റ് ബി ദ റീസൺ? വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ആണ് അതിൻ്റെ റീസൺ. അതിലൊരു വലിയ വെയിറ്റ് കൊടുക്കുകയാണല്ലേ. ട്രൈ അഗെയിൻ ബൈ ഇമേഴ്സിങ് എ ലാർജ് സ്റ്റോൺ ഇൻ ടു ദ വാട്ടർ. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? അപ്പോൾ ലാർജ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ആ ഒരു ഫിഗറിൽ തന്നെ വെള്ളം പുറത്തേക്ക് പോയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. സോളിഡ്സ്, അപ്പോൾ ഇവിടുത്തെ കേസിൽ സോളിഡ് ഏതാ? സ്റ്റോൺ ആണ്. അപ്പോൾ സ്റ്റോണിന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് വേണം. ലാർജർ സോളിഡ്സ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ. അപ്പോൾ വലിയ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറേ സ്പേസ് വേണം എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് റൈറ്റ് ഡൗൺ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ 3 എണ്ണമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് എഴുതാം. അടിയിൽ എഴുതിക്കോളൂ ഹാവ് ഡെഫിനിറ്റ് വോളിയം. തേർഡ് നമുക്ക് എന്ത് പറയാം? ഹൈ ഡെൻസിറ്റി പറയാം കേട്ടോ. ഹൈ ഡെൻസിറ്റി പറയാം. പിന്നെ എക്സ്ട്രാ നമുക്ക് ഡു നോട്ട് ഫ്ലോ, റിജിഡ് ആൻഡ് ഹാർഡ്, ഇൻകംപ്രസിബിൾ എന്നൊക്കെ പറയാം. അവിടെ 3 എണ്ണം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 3 എണ്ണം ഫില്ല് ചെയ്താൽ മതി. അടുത്തത് ഷേപ്പ്
shape of water. You were not able to draw the picture of water, right? Fill water in the vessels having different shape as is given below. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് വാട്ടറിൻ്റെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പല ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ വെസൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദ വെസൽസ്. ആർ ദ ഷേപ്പ് സെയിം? അല്ല, നമ്മളെ വെള്ളത്തിൻ്റെ ഷേപ്പ്, അതായത് വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡാണ്. ലിക്വിഡിൻ്റെ ഷേപ്പ് എന്താ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക? അത് ഏത് പാത്രത്തിലാണോ നിറച്ചിട്ടുള്ളത് ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് ആ ലിക്വിഡിൻ്റെ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് പറയാം? നോ എന്ന് പറയാം. അപ്പോൾ ഇൻഫറൻസ് ചോദിക്കുമ്പോൾ എന്ത് പറയാം? വാട്ടർ ഡസൻറ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിട്ടുള്ള കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് അതിൻ്റെ വെയിറ്റ് ആയിട്ട് എടുക്കുക. അടുത്തത് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. മെഷർ ദ വെയിറ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിങ് ഇറ്റ് വിത്ത് വാട്ടർ. നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് എടുക്കുക. ഇപ്പോൾ വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേയും വെള്ളം നിറച്ചതിന് ശേഷം. യൂസിങ് ദ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ അത് ശരിക്കും ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്താ വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾ പ്ലെയിൻ ആയിട്ടൊരു വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതുക. അടുത്തത് വെള്ളം നിറച്ചതിന് ശേഷം രണ്ടാമത്തത് കേട്ടോ, വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് വിത്ത് വാട്ടർ, അത് അവിടെ എഴുതുക, രണ്ടാമത് എഴുതുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വെയ്റ്റ്സ്? രണ്ട് വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വെള്ളം നിറയ്ക്കുന്നേക്കാൾ മുന്നേ ഉള്ളത് വളരെ കുറവായിരിക്കും, വെള്ളം നിറച്ചതിന് ശേഷം കുറച്ചും കൂടി കൂടുതൽ വെയിറ്റ് അവിടെ ഉണ്ടാവും. വാട്ട് ക്യാൻ ബി ദ റീസൺ? എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ ആൻസർ അവിടെ തന്നെയുണ്ട്, വാട്ടർ ഹാസ് വെയിറ്റ്. കാരണം അവിടെ വാട്ടറിൻ്റെ വെയിറ്റ് ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് ദ പവർ ഓഫ് വാട്ടർ എന്നുള്ള ഭാഗമാണ് കേട്ടോ. ഡസ് ഫ്ലോയിങ് വാട്ടർ ഹാവ് പവർ? വെള്ളം ഒഴുകുമ്പോൾ അവിടെ പവർ ഉണ്ടാവുന്നുണ്ടോ? മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺസ് ഇൻ എ സർക്കുലാർ ലിഡ് ഓഫ് ജാർ. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, ഒരു സർക്കുലാർ ലിഡ് ഉണ്ട്, ഒരു ജാറിൻ്റെ മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ അറ്റത്ത് എത്ര 1 2 3 6 എന്ത് ചെയ്യേണ്ട ഐസ്ക്രീം സ്പൂൺസ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ വീല് എന്ത് ചെയ്യുക, അപ്പോൾ വീലായി. എന്നിട്ട് അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അടിയിൽ കണ്ടില്ല ഒരു റെക്റ്റാങ്കിൾ പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി, അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടൊരു പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കുക. പ്ലേസ് ഇറ്റ് ബിലോ ദ വാട്ടർ ഫ്ലോയിങ് ഫ്രം എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പിക്ചർ നോക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? വെള്ളം അതിൽ വീഴും, അപ്പോൾ അവിടെ പവർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സ്പീഡിൽ ആ ചക്രം എന്ത് ചെയ്യും? കറങ്ങും എന്നാണ് പറയുന്നത് കേട്ടോ. വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്? അപ്പോൾ വാട്ട് ഡു യു ഒബ്സർവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ എന്ന് പറയാം. അപ്പോൾ ഫോഴ്സ് ചോദിച്ചിട്ടുണ്ട്. ദ ഫോഴ്സ് ദാറ്റ് മേക്സ് ദ വീൽ റൊട്ടേറ്റ് ഈസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലോയിങ് വാട്ടർ കേട്ടോ. അപ്പോൾ അതാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ എന്നാണ് നമുക്കവിടെ പറയാനുള്ളത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് വാട്ടർ എക്സിസ്റ്റ്? വാട്ടർ ഏത് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുക? ലിക്വിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ. ലിസ്റ്റ് ഔട്ട് അതർ എക്സാമ്പിൾ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആയിട്ട് വേറെ ഏതൊക്കെ നമുക്ക് പറയാം? 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിലും കെറോസിനും. എക്സ്ട്രാ നമുക്ക് മിൽക്ക് പറയാം, മെർക്കുറി പറയാം, പെട്രോൾ പറയാം, ഹണി പറയാം, വിനീഗർ പറയാം. ഇഷ്ടമുള്ളത് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത് ഒബ്ജക്റ്റ് ദാറ്റ് ഫ്ലോ ഹാവിങ് നോ ഡെഫിനിറ്റ് ഷേപ്സ് ആർ കോൾഡ് ലിക്വിഡ്സ്. എക്സാമ്പിൾ വാട്ടർ, ഓയിൽ എക്സിട്ര ആർ ലിക്വിഡ്സ് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താ? ഫ്ലോ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലിക്വിഡ്. അതിന് ഡെഫിനിറ്റ് ആയിട്ട് ഷേപ്പ് ഒന്നുമില്ല. അതിൻ്റെ ഷേപ്പ് ഏതായിട്ട് എടുക്കുക? ഏത് കണ്ടെയ്നറിലാണോ അത് ഒഴിച്ചിട്ടുള്ളത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് അതിൻ്റെ ഷേപ്പായിട്ട് എടുക്കാറുള്ളത് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദ ലിക്വിഡ് ഒബ്ജക്ട്സ് ഫ്രം ദ ഗിവൺ ബിലോ. അപ്പം നമുക്ക് ബേസ്ഡ് ഓൺ ദ ലിക്വിഡ് ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പസിൽ നോക്കിയിട്ട് നമുക്ക് ഇത് പറയാം കേട്ടോ. നമുക്ക് ഒരു ഇത് നോക്കിയിട്ട് പറയാം. മിൽക്ക് വരുന്നുണ്ട്, കെറോസിൻ വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്, പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിക്വിഡ് ആണെന്നാണ് കേട്ടോ. ലിക്വിഡ് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ സോൾട്ട് ഒന്നും എഴുതണ്ട. കോക്കനട്ട് ഓയിൽ എഴുതാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. ബേസ്ഡ് ഓൺ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് കംപ്ലീറ്റ് ദ പദസൂര്യൻ വേർഡ്സ് ആണ് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡിന് എന്ത് നമുക്ക് പറയാം? ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, അടുത്തത് നമുക്ക് നോ ഡെഫിനിറ്റ് വോളിയം, ഫ്ലോ ഈസിലി,
ഡെഫിനിറ്റ് ബോയിലിംഗ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയാം കേട്ടോ. അടുത്തത് ടോയ് ഫാൻ ആൻഡ് വിൻഡ്. അപ്പം നമുക്കൊരു പിക്ചർ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. പിക്ചർ സ്റ്റോറി എന്താ പറയണേന്ന് നോക്കാം. അനു ആൻഡ് ഹെർ ഫാമിലി ആർ റിട്ടേണിംഗ് ഹോം ഇൻ എ ബസ് ആഫ്റ്റർ വാച്ചിങ് എ ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവൽ കണ്ടതിന് ശേഷം അനുവും അവളുടെ ഫാമിലിയും കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഹെർ ബ്രദർ ഹാസ് എ ടോയ് ഫാൻ വിച്ച് ദേ ബോട്ട് ഫ്രം ദി ഫെസ്റ്റിവൽ. അപ്പോൾ ഫെസ്റ്റിവലിൽ നിന്ന് വാങ്ങിയ, അതായത് ആഘോഷത്തിന് വാങ്ങിയ ഒരു ടോയ് ഫാൻ അല്ലേ, പണ്ട് കറങ്ങുന്ന ഒരു ഫാൻ ഇല്ലേ, അത് അവൻ്റെ കയ്യിലുണ്ട്. The toy fan began to rotate when the bus starts moving. ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? ആ ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ഹായ് സിസ്റ്റർ, ലുക്ക് മൈ ടോയ് ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ അവൻ ചേച്ചിയോട് പറയാണ്, നോക്കൂ എൻ്റെ ടോയ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. When the bus stopped in the next stop, the toy fan ceased rotating. അപ്പോൾ എന്ത് ചെയ്യുക? ബസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് എന്താ ചെയ്യുക? ടോയ് ഫാൻ കറങ്ങുന്നത് നിന്നു. ഹെർ ബ്രദർ സ്റ്റാർട്ടഡ് ടു ക്രൈ. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രദർ ക്രൈ ചെയ്യാൻ തുടങ്ങി. മൈ ടോയ് ഫാൻ ഈസ് നോട്ട് rotating, I want it to rotate. എനിക്കത് റൊട്ടേറ്റ് ചെയ്യണം. When he continued crying, his mother blew into the toy fan. It started to rotate again. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അപ്പോൾ അവൻ കരയാൻ തുടങ്ങിയപ്പോൾ മദർ എന്ത് ചെയ്തു? അത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു. അപ്പോൾ അഗെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങി? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. When the bus started moving, the toy fan started to rotate again. ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടോയ് ഫാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. He become very happy കേട്ടോ. അപ്പോൾ haven't you had such experiences? നിങ്ങൾ ഇതുപോലെ ടോയ് ഫാൻ ആയിട്ട് കളിക്കുമ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? Why did the toy fan cease rotating when the bus stopped? എന്തുകൊണ്ടായിരിക്കും ബസ് നിർത്തിയപ്പോൾ ടോയ് ഫാൻ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ടോയ് ഫാൻ സീസ്ഡ് റൊട്ടേറ്റിംഗ് ബിക്കോസ് ദ മൂവിങ് എയർ ദാറ്റ് കോസിങ് ഇറ്റ് ടു സ്പിൻ സ്റ്റോപ്പ്ഡ് വെൻ ദ ബസ് കെയിം ടു എ ഹോൾട്ട്. അതായത് നമുക്ക് അവിടെ എയർ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഫാന് കറങ്ങിയിരുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എയർ എന്ത് ചെയ്യുക? ബസ്സിൻ്റെ ഇതിൽ എയർ അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് തിരിയാഞ്ഞ്. ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻ ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? ഏതെല്ലാം സിറ്റുവേഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക? വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ. അത് എന്ത് ചെയ്യുക? നമ്മൾ ആ ടോയ് ഫാൻ വെച്ചിട്ട് ഓടുമ്പോൾ. ദ ടോയ് ഫാൻ റൊട്ടേറ്റ്സ് വെൻ ദർ ഇസ് എ ഫ്ലോ ഓഫ് എയർ ടു പുഷ് ഇറ്റ്സ് ബ്ലേഡ്സ്. ഒരു ബ്ലേഡ് നമ്മൾ അവിടെ എയറിൻ്റെ ഒരു ഫ്ലോ നടക്കണം അല്ലേ, മൂവ്മെൻറ്റ് നടക്കണം. അപ്പോൾ എയർ എന്ത് ചെയ്യും? നമ്മളെ ഈ ടോയ് ഫാനിൻ്റെ ബ്ലേഡില്ലേ, ആ ബ്ലേഡിനെ പുഷ് ചെയ്യും. അപ്പോൾ അത് നീങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? വൈൽ പുഷിങ് ദ ബ്ലേഡ് ഓഫ് ദി ടോയ് ഫാൻ. അങ്ങനെ 3 പോയിന്റ്സ് എഴുതാം. ഇൻ ദ അബവ് സിറ്റുവേഷൻ വാട്ട് ഹെൽപ്ഡ് ദ ടോയ് ഫാൻ ടു റൊട്ടേറ്റ്? ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് വിൻഡ്? ഈ മുകളിലത്തെ സിറ്റുവേഷനിൽ ടോയ് ഫാനിനെ റൊട്ടേറ്റ് ചെയ്യാൻ എന്താണ് ഹെൽപ്പ് ചെയ്തത്? ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് വിൻഡ്? നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക അവിടെ വിൻഡ് ഉണ്ടെന്ന്? ലീവ്സ് ആർ മൂവിങ്, കൈറ്റ് ഈസ് ഫ്ലൈയിങ്. ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ കാറ്റ് വീശുന്നുണ്ടെന്ന് പറയും. അടുത്തത് ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജെന്റ്ലി ഫാൻ യുവർ സെൽസ് വിത്ത് ഇറ്റ്. വാട്ട് ഡു യു എക്സ്പീരിയൻസ്? ഒരു എന്താ ചെയ്യാം, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മളോട് തന്നെ ഇളക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്കൊരു കാറ്റ് കിട്ടില്ല. നമുക്ക് ചൂടെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് തന്നെ വീശി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക? വെൻ യു ഫാൻ യുവർ സെൽഫ് വിത്ത് എ ഷീറ്റ് ഓഫ് പേപ്പർ യു എക്സ്പീരിയൻസ് എ ജെന്റിൽ ഫ്രീസ് ഓർ ഫ്ലോ ഓഫ് എയർ. ദിസ് ഈസ് എ സ്മോൾ സ്കെയിൽ എക്സാമ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് വിൻഡ്. അപ്പോൾ അവിടെ ചെറിയൊരു ഫ്രീസ് കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. വാട്ട് ഡിഡ് വി ഡു ടു ജനറേറ്റ് ദ വിൻഡ്? വി മെയ്ഡ് ദ എയർ അറൗണ്ട് us move right. വാട്ട് ഈസ് വിൻഡ്? റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്താണ് വിൻഡ് എന്ന് പറയുന്നത്? മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. മൂവിങ് എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കൊരു ടോയ് ഫാൻ ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? 2 pieces ഓഫ് കോക്കനട്ട് ലീവ്സ് ഓഫ് 15 centimeter ലെങ്ത്. 15 centimeter ലെങ്ത് ഉള്ള 2 പീസസ് കോക്കനട്ട് ലീവ്സ് വേണം. പീസസ് ഓഫ് മിഡ് റിബ്സ് ഓഫ് കോക്കനട്ട് ലീവ്സ്. അപ്പോൾ മിഡ് റിബ്സ് ഓഫ് കോക്കനട്ട് ലീവ്സിൻ്റെ
ഇത് വേണം, പിന്നെ സിസേഴ്സ് വേണം കേട്ടോ. അപ്പോൾ അവിടെ കണ്ടില്ലേ ഉണ്ടാക്കുന്നത്. ഫോളോയിങ് ദ സ്റ്റെപ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ടു മേക്ക് എ ടോയ് ഫാൻ. അപ്പോൾ ആ ഒരു പിക്ചറിലുള്ള പോലെ നോക്കുക. ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ഇറ്റ്. നൗ റൺ ഹോൾഡിംഗ് ദ ടോയ് ഫാൻ ഇൻ യുവർ ഹാൻഡ്. വാട്ട് ഹാപ്പൻസ് ദെൻ? റൈറ്റ് ഡൗൺ യുവേഴ്സ് ഒബ്സർവേഷൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളോട് അതുപോലെ വീശി കൊടുത്തിട്ട് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഈസ് എയർ ഓൾവേസ് മൂവിങ്? എയർ എപ്പോഴും മൂവ് ചെയ്യുന്നുണ്ടോ? ഡോണ്ട് വി ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ ഇൻ ദ ക്ലാസ് റൂം ഈസ് റൊട്ടേറ്റിംഗ്? അപ്പം നമുക്ക് എയർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? സ്റ്റോപ്പ് ദ ഫാൻ ആൻഡ് ഒബ്സർവ്. ഈസ് ദ എയർ സ്റ്റിൽ മൂവിങ്? ഫാൻ ഓഫ് ചെയ്യുമ്പോൾ എയർ മൂവ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഹാപ്പൻസ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ വാസ് സ്റ്റോപ്പ്ഡ്? അപ്പം നമുക്കൊരു റൂമിൽ കയറിയിട്ട് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചൂട് അനുഭവപ്പെടും. പക്ഷെ ഫാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എയറൊക്കെ മൂവ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി കൂളിംഗ് കിട്ടും. ഒബ്സർവ് ദ പിക്ചർ. അപ്പം നമുക്ക് അവിടെ എന്ത് പറയാം? വാട്ട് ഹാപ്പൻ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദി എയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെൻ ദ ഫാൻ വാസ് സ്റ്റോപ്പ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെൻ ദ ഫാൻ ഈസ് സ്റ്റോപ്പ്ഡ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ദാറ്റ് വാസ് ബീയിങ് ജനറേറ്റഡ് ബൈ ദി ഫാൻ ആൾസോ സ്റ്റോപ്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ പിക്ചറിൽ എന്താ പറയുന്നത്? ഹായ്, നൈസ് ഫ്രാഗ്രൻസ്, നല്ല സ്മെല്ലുണ്ട് അല്ലേ? ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് റീച്ച് ദ ചൈൽഡ് നോസ്? എങ്ങനെയാണ് നോസിലേക്ക് വരുന്നത്? ദ ഫ്രാഗ്രൻസ് റീച്ച്ഡ് ദ ചൈൽഡ്സ് നോസ് ത്രൂ ദി മൂവ്മെൻറ്റ് ഓഫ് എയർ. മൂവ്മെൻറ്റ് ഓഫ് എയർ വഴിയാണ് ചൈൽഡ് നോസിൽ വരുന്നത്. അടുത്ത് പറയുന്നത്, ലൈറ്റ് ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് and place it on the table or place some jasmine flowers or piece of cotton soaked in lemongrass oil in the corner of a classroom and observe what do you experience എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുക, എന്നിട്ട് ഒരു ടേബിളിൽ വെക്കുക, എന്നിട്ട് പ്ലേസ് സം ജാസ്മിൻ ഫ്ലവേഴ്സ് ഓർ പീസ് ഓഫ് കോട്ടൺ സോക്കഡ് ഇൻ ലെമൺ ഗ്രാസ് ഓയിൽ. ഈ ലെമൺ ഗ്രാസ് ഓയിൽ നല്ല സ്മെല്ല് തരുന്ന ഒന്നാണ്. അപ്പോൾ അതിലൊരു കോട്ടൺ പീസ് മുക്കി വെച്ചിട്ട് ഇങ്ങനെ വെറുതെ തുറന്ന് വെക്കുക ക്ലാസ് റൂമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഗുഡ് ഫ്രാഗ്രൻസ് അല്ലേ? അപ്പോൾ ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ഓൾ ത്രൂ ദ ക്ലാസ് റൂം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രൂ ദി മൂവ്മെൻറ്റ് ഓഫ് എയർ. Could you experience the movement of air at this time? Are we able to identify the gentle movement of air? Shall we make an instrument to detect gentle movement of air? അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് എയർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്പീരിമെൻറ്റ്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേപ്പർ, സിസർ, ത്രെഡ്. ഒരു പേപ്പർ വേണം, കത്രിക വേണം, ഒരു നൂല് വേണം. ടേക്ക് എ തിൻ ആൻഡ് നാരോ പേപ്പർ ആൻഡ് കട്ട് പീസസ് ഓഫ് അബൌട്ട് 50 cm ലെങ്ത് ഫ്രം ഇറ്റ്. ഒരു തിന്നായിട്ടുള്ള നാരോ പേപ്പർ എടുക്കുക, അത് 15 cm ലെങ്ത്തിലുള്ളത് കട്ട് ചെയ്തെടുക്കുക. റോൾ ദിസ് പേപ്പർ അറൗണ്ട് ദ പെൻസിൽ. പെൻസിലിന് ചുറ്റും വെച്ചിട്ട് ഇത് റോൾ ചെയ്യുക. ടൈ എ ത്രെഡ് ടു വൺ എൻഡ് ഓഫ് ദി പേപ്പർ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ എന്ത് ചെയ്യുക? ടൈ എ ത്രെഡ്, ഒരു ത്രെഡ് അതിൻ്റെ മേലെ വലിച്ച് കയറ്റുക. ഹാങ് ഇറ്റ് ഇൻ എ ഫിക്സഡ് സ്പോട്ട് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ഒബ്സർവ്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഒരു ക്ലാസ് റൂമിൻ്റെ മേലെ അങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മളത് വിൻഡ് വരുമ്പോൾ അത് എന്ത് ചെയ്യും? കറങ്ങുന്നുണ്ടായിരിക്കും അല്ലേ? വാട്ട് ഡു യു ഒബ്സർവേഷൻ? ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് വിൻഡ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദ തിൻ പേപ്പർ യൂസ് എ തിക്ക് കാർഡ്ബോർഡ് പീസ് ആൻഡ് ഹാങ് ഇറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ അത്ര കറങ്ങുന്നുണ്ടാവില്ല. വൈ? വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദി മൂവ്മെൻറ്റ് ഓഫ് എയർ? അപ്പോൾ അതിനെല്ലാം ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആൻസർ പറയാം. എയർ ഈസ് ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. വി എക്സ്പീരിയൻസ് ഇറ്റ് ഓൺലി വെൻ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് സ്ട്രോങ്. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾവേസ് ഇൻ ദ നമ്മൾ മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. മൂവ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എയർ അവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ? എയർ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ബ്രീത്ത്, പിന്നെ ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ് നമ്മൾ എയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എയറിൻ്റെ യൂസേജ് വരുന്നത് എവിടെയാണ്? ഫ്ലൈയിങ് ഓഫ് എയറോപ്ലെയിൻസ് ആൻഡ് ബേർഡ്സ്, പിന്നെ ഡ്രൈയിങ് ക്ലോത്ത്സ്, പിന്നെന്താ
കൂളിങ്, ഇത്രയും കാര്യങ്ങൾ, ബേണിങ് ഒക്കെ പറയാം കേട്ടോ. ഈസ് വാട്ടർ പ്രസൻറ്റ് ഇൻ എയർ ടു എന്നാണ് പറഞ്ഞത്. വൺ ഡേ മീനു ആൻഡ് ഹെർ യങ്ങർ ബ്രദർ വെർ ഗോയിങ് ഫോർ എ പിക്നിക് വിത്ത് ദെയർ ഫാമിലി. ഒരു ദിവസം മീനും അവളുടെ യങ്ങർ ബ്രദറും ഒരു പിക്നിക്കിന് പോയി. ഓൺ ദി വേ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിൻലി ഹെവിലി. നോട്ട് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് മീനു ആസ്ക് ദ ഡ്രൈവർ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ മീനു ഡ്രൈവറോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓൺ നോട്ടീസിങ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദ ഗ്ലാസ് പെയിൻ ഓഫ് ദി ബസ്. ഈസ് ദർ വാട്ടർ ഇൻ എയർ ടു? ഫ്രം വേർ ഡിഡ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ ഗ്ലാസ് അപ്പിയർ? അപ്പോൾ നമ്മൾ വാട്ടർ ഗ്ലാസിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരുന്നുണ്ട്. ഈസ് ദ ഗ്ലാസ് ബ്രോക്കൺ? ഗ്ലാസ് പൊട്ടോ? ദർ ഈസ് നോ ക്രാക്ക് ഇൻ ദ ഗ്ലാസ്. ദ വാട്ടർ ഈസ് ഫ്രം ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻസൈഡ് ദ ബസ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഒരു ബസ്സിലുള്ള മോയ്സ്ചറാണ് കേട്ടോ. ലെറ്റ് us do എക്സ്പീരിമെൻറ്റ് ടു ക്ലാരിഫൈ മിലൻസ് ഡൗട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എ ഗ്ലാസ് ടംബ്ലർ, ഐസ് ക്യൂബ്, ഒരു ഗ്ലാസ് ടംബ്ലർ വേണം, അതുപോലെ തന്നെ ഐസ് ക്യൂബ് വേണം. പുട്ട് എ ഫ്യൂ ഐസ് ക്യൂബ് ഇൻ എ ഗ്ലാസ് ടംബ്ലർ, ഒരു ഗ്ലാസ് ടംബ്ലറിൻ്റെ ഉള്ളിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഒബ്സർവ് ദ ഔട്ടർ സർഫസ് ഓഫ് ദി ഗ്ലാസ്, അപ്പോൾ ഗ്ലാസിൻ്റെ ഔട്ടർ സർഫസ് ഒബ്സർവ് ചെയ്യുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്തെല്ലാം ചേഞ്ചസ് കാണാൻ പറ്റും? ഫ്രം വേർ ഡിഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എവിടെയാണ് അപ്പിയർ ചെയ്യാൻ പറ്റുക? വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ബിക്കം വാട്ടർ ഡ്രോപ്ലെറ്റ്? എയറിൻ്റെ എന്ത് കമ്പോണൻ്റ് ആണ് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വേർ ഡിഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ് അപ്പിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർഡ് ഫ്രം ദ എയർ സറൗണ്ടിങ് ദ ഗ്ലാസ്. അടുത്ത് വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ബിക്കം വാട്ടർ ഡ്രോപ്ലെറ്റ്? അപ്പോൾ എന്താ പറയുക, വാട്ടർ വേപ്പർ ഇൻ ദ എയർ ബിക്കം വാട്ടർ ഡ്രോപ്ലെറ്റ്. അപ്പോൾ എയർ കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അടുത്ത് ഡസ് എയർ റിക്വയർ സ്പേസ് ആണ്, അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.